അച്ഛാ ഇപ്പം വിഷ്ണു കൊടുത്തിരിക്കുന്ന മൊഴി അബദ്ധത്തില് അല്ലെങ്കിൽ ദേഷ്യം വന്നപ്പോ ഡിവോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ദേഷ്യം വന്നപ്പോ ആക്രമിച്ചു പോയതാണ് എന്നുള്ളൊരു കാര്യമാണ്. അച്ഛനിപ്പോ പറയുന്നു ഇത് ഒരു ആസൂത്രണം ആകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. അപ്പോ വിഷ്ണുവിന്റെ മൊഴി എത്രത്തോളം വിശ്വസിക്കുന്നുണ്ട് അച്ഛൻ? എനിക്ക് ഇത് ഈ പറഞ്ഞതനുസരിച്ച് പറഞ്ഞ വെറും കള്ളം. കാരണം ഇത് സഡനായിട്ടുള്ളൊരു ഇതുകൊണ്ടാണ് ചെയ്തു എന്നുണ്ടെങ്കിൽ ഇവൻ കത്തി വാങ്ങി സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. കത്തി വാങ്ങി സൂക്ഷിച്ചിരുന്നു. കാരണം പുതിയ കത്തിയാണ്. അത് കഴിഞ്ഞിട്ട് ഇത്രയും മാരകമായിട്ട് വെട്ടുകയും കുത്തുകയും ചെയ്തിട്ട് ശ്വാസം വിട്ട് ചൊല്ലിക്കേണ്ട ആവശ്യമില്ല. യഥാർത്ഥ മരണപ്പെട്ടതിന് ശ്വാസം വിട്ടാണ്. കാരണം എന്താ പറയുക, മൂക്കുകളെല്ലാം രണ്ട് ഇത് നോസൽസ് എന്നറിയാം വളരെ വലുതായിട്ടുണ്ട് മൂക്ക്. അത് കഴിഞ്ഞിട്ട് ഈ ചുണ്ടുകളെല്ലാം ഇങ്ങനെയാണ് ഇരുന്നുണ്ട്. സാധാരണ ഒരു നോർമലായിട്ടുള്ള എന്താ പറയുക ഒരാണെന്നുണ്ടെങ്കിൽ ഇത് ശ്വാസം മുട്ടിച്ചപ്പോഴത്തേക്ക് മൊത്തം ഇതായതാണ്. അപ്പൊ ശ്വാസം മുട്ടിച്ചു പോകുന്നതാണ്. അപ്പൊ എന്താ പറയുക പർപ്പസ് ആയിട്ട് ചെയ്യുന്നുള്ളത് വേറെ തെളിവ് വേണ്ട. അത് കഴിഞ്ഞിട്ട് ബെഡിൽ കിടന്നാണ് അവൾ മരിച്ചത്. കാരണം അവള് ഉറങ്ങി കിടന്നപ്പോഴേ ആദ്യം തുടങ്ങിയാണ് പറഞ്ഞത്. അപ്പോൾ കുത്തുകയും എല്ലാം ചെയ്ത് കൊല്ലുകയും ചെയ്തിട്ട് ഈ ബെഡിലാകാതിരിക്കാൻ വേണ്ടി ആയിരിക്കും എടുത്ത് ഈ തറ ഇട്ടിട്ട് എറിഞ്ഞിട്ടുള്ളത്. അപ്പൊ പുറത്തേക്ക് പോലും ഇങ്ങനെ ഒരു ആക്രമണം എന്തായാലും ആത്മ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. ഇല്ല, അങ്ങനെ വിശ്വാസമല്ലേ വിഷ്ണുവിന്? 100% ആത്മയ്ക്ക് ഇവന് വിശ്വാസമായിരുന്നു. അതിന് നേരത്തെ പറഞ്ഞെന്താ പറയുക, ഏത് കാറ്റഗറിയിൽപ്പെട്ട ആളാണ്, ഏത് തരത്തിലുള്ള മനസ്സിലാണെന്ന് എനിക്ക് ആർക്കും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. കാരണം അപ്പൊ എന്ത് ഉദ്ദേശത്തോടെ ചെയ്യുമെന്ന് അറിയാൻ പാടില്ല. കാരണം കഴിഞ്ഞ നിമിഷങ്ങൾക്ക് മുമ്പ് അതിന്റെ തലേ ദിവസം ഒരു കല്യാണത്തിന് അവർ ഒരുമിച്ച് തന്നെ പോയിരുന്നു. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അൽമ പങ്കുവെക്കുന്ന വീഡിയോ ഉണ്ടല്ലോ, അതിലൊക്കെ അതിന്റെ പിന്നെ അവിടെ ഈ കടിക്കുന്ന പട്ടികളുണ്ടെന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഇത് വെച്ചിട്ടുണ്ട്. അത് അടുത്ത വെച്ചാണ്, ഈ അടുത്ത് വെച്ചാണ്. അപ്പൊ ആ പട്ടികള് ഇതിന് മുമ്പേ ഉണ്ടോ? മുമ്പുണ്ട്. ഇത് അതിന്റെ കൂടിനകത്ത് കിടക്കുള്ളൂ. അല്ല, ഈ പട്ടികള് ഇങ്ങനെ ഏതെങ്കിലും ഹൈബ്രിഡ് അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അങ്ങനെയുള്ള നാടൻ പട്ടികളാണ്. ആ പട്ടികൾ എപ്പോഴും പോയാലും അകത്തേട്ടിരിക്കും, കൂടിനകത്ത് കിടക്കുള്ളൂ. ഇപ്പോഴും കുറച്ച് ദിവസം കൊണ്ടാണ് ഇങ്ങനെ പട്ടി വെളിയിൽ ഇട്ടിട്ട് പോകുന്നത്. ഇത് വെളിയിലെ ഇതല്ലേ ലോക്കേറ്റാണ് പോണത് ഗേറ്റ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഏത് കാറ്റഗറിയിൽപ്പെട്ട മനുഷ്യനാണെന്ന് എനിക്ക് അറിയാൻ പറ്റില്ലെന്ന് പറയുകയാണ്. കാരണം ഒരു നിഗൂഢത മൊത്തം നിറഞ്ഞ ഒരു മനുഷ്യനാണ് അത്. കാരണം ഇതില്ലേ ഇവര് ഈ ആ ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്ക് മൊത്തം ഈ സമ്പത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു ടീമാണ് അത്. അപ്പോഴഥവാ എന്താ പറയുക, അവർക്ക് എന്തൊക്കെ രോഗം വന്ന് അങ്ങനെ ആയിട്ട് എന്താ പറയുക, വല്ല ആവശ്യമില്ല ഇഞ്ചക്ഷൻ വല്ലതും കൊടുത്തെന്നറിയാം, അവിടെ ഭ്രാന്തിയാക്കിയിട്ട് കഴിഞ്ഞാലും ഒരു കഷ്ടപ്പാടുണ്ടാകുക. ഈ ഒരു ചിന്ത എനിക്ക് എന്നെ ബാധിച്ചിട്ടുണ്ട്. കാരണം ഇവർ ഈ രീതി ഇതായതുകൊണ്ട്. അപ്പൊ പുറത്ത് ഈ പറയുന്ന നല്ലവനായ വിഷ്ണുവിന്റെ സ്വഭാവം നിങ്ങൾക്കൊക്കെ മനസ്സിലായി? ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം നാട്ടുകാരോട് പറയുന്നുണ്ടല്ലോ. കാരണം ഈ ഇവർ കുടുംബത്തിനകത്തുള്ള സ്കൂളാണത്, അവിടുത്തെ സ്കൂള്. ഈ വിഷ്ണുവിന്റെ വായിൽ നിന്ന് തന്നെ അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്. അതായത് ഇങ്ങനെ പല ഇതില്ലേ ഈ മാനേജർമാരുണ്ട്. അതിലെന്തറിയ ഒരാളിന്റെ മക്കള് 4 പേരുണ്ട്. അതില് ഈ ഒരാളിന് ഇതല്ലേ ഈ ഒരാളിന്റെ അവകാശം വന്നിട്ട് എന്തറിയാ, മൊത്തം എഴുതി വാങ്ങിയിട്ട് ഈ തുച്ഛമായ പൈസ കൊടുത്ത് എഴുതി വാങ്ങി അതിന്റെ മക്കളെല്ലാം കൂടെ എന്തറിയ പായല് ഈ അച്ഛനെ പൊതിഞ്ഞു കെട്ടി ഈ സ്കൂളിന്റെ കാമ്പൗണ്ടിനകത്തുണ്ട് ഈ മതിലിന്റെ പുറത്തോട് ഇട്ടിട്ടുണ്ട്. പിന്നെ അത്രയും ഇവരെല്ലാം കാശിന് വേണ്ടി ഒരു രീതിക്കുള്ള ആൾക്കാരാണ്. പണത്തിനോടുള്ള അപ്പൊ ഇത് നഷ്ടപ്പെടുന്ന എന്തിനാണ്? അതുകൊണ്ട് എന്താ ഇവർ പ്ലാൻ ചെയ്ത് ഇവളെ നശിപ്പിച്ചാണോ എന്ന് എനിക്ക് വളരെ ഡൗട്ടുണ്ട്. അപ്പൊ ഈ പണത്തിന് വേണ്ടിയിട്ട് ഇവളെ ഒഴിവാക്കാൻ വേണ്ടി. അച്ഛാ ഇപ്പം വിഷ്ണു കൊടുത്തിരിക്കുന്ന മൊഴി അബദ്ധത്തില് അല്ലെങ്കിൽ ദേഷ്യം വന്നപ്പോ ഡിവോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ദേഷ്യം വന്നപ്പോ ആക്രമിച്ചു പോയതാണ് എന്നുള്ളൊരു കാര്യമാണ്. അച്ഛനിപ്പോ പറയുന്നു ഇത് ഒരു ആസൂത്രണം ആകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. അപ്പോ വിഷ്ണുവിന്റെ മൊഴി എത്രത്തോളം വിശ്വസിക്കുന്നുണ്ട് അച്ഛൻ? എനിക്ക് ഇത് ഈ പറഞ്ഞതനുസരിച്ച് പറഞ്ഞ വെറും കള്ളം. കാരണം ഇത് സഡനായിട്ടുള്ളൊരു ഇതുകൊണ്ടാണ് ചെയ്തു എന്നുണ്ടെങ്കിൽ ഇവൻ കത്തി വാങ്ങി സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. കത്തി വാങ്ങി സൂക്ഷിച്ചിരുന്നു. കാരണം പുതിയ കത്തിയാണ്. അത് കഴിഞ്ഞിട്ട് ഇത്രയും മാരകമായിട്ട് വെട്ടുകയും കുത്തുകയും ചെയ്തിട്ട് ശ്വാസം വിട്ട് ചൊല്ലിക്കേണ്ട ആവശ്യമില്ല. യഥാർത്ഥ മരണപ്പെട്ടതിന് ശ്വാസം വിട്ടാണ്. കാരണം എന്താ പറയുക, മൂക്കുകളെല്ലാം രണ്ട് ഇത് നോസൽസ് എന്നറിയാം വളരെ വലുതായിട്ടുണ്ട് മൂക്ക്. അത് കഴിഞ്ഞിട്ട് ഈ ചുണ്ടുകളെല്ലാം ഇങ്ങനെയാണ് ഇരുന്നുണ്ട്.
സാധാരണ ഒരു നോർമലായിട്ടുള്ള എന്താ പറയുക ഒരാണെന്നുണ്ടെങ്കിൽ ഇത് ശ്വാസം മുട്ടിച്ചപ്പോഴത്തേക്ക് മൊത്തം ഇതായതാണ്. അപ്പൊ ശ്വാസം മുട്ടിച്ചു പോകുന്നതാണ്. അപ്പൊ എന്താ പറയുക പർപ്പസ് ആയിട്ട് ചെയ്യുന്നുള്ളത് വേറെ തെളിവ് വേണ്ട. അത് കഴിഞ്ഞിട്ട് ബെഡിൽ കിടന്നാണ് അവൾ മരിച്ചത്. കാരണം ഈ അവള് ഉറങ്ങി കിടന്നപ്പോഴേ ആദ്യം തുടങ്ങിയാണ് പറഞ്ഞത്. അപ്പോൾ കുത്തുകയും എല്ലാം ചെയ്ത് കൊല്ലുകയും ചെയ്തിട്ട് ഈ ബെഡിലാകാതിരിക്കാൻ വേണ്ടി ആയിരിക്കും എടുത്ത് ഈ തറ എറിഞ്ഞിട്ടുള്ളത്. അപ്പൊ പുറത്തേക്ക് പോലും ഇങ്ങനെ ഒരു ആക്രമണം എന്തായാലും ആത്മ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. ഇല്ല, അങ്ങനെ വിശ്വാസമല്ലേ വിഷ്ണുവിന്? 100% ആത്മയ്ക്ക് ഇവന് വിശ്വാസമായിരുന്നു. അതിന് നേരത്തെ പറഞ്ഞെന്താ പറയുക, ഏത് കാറ്റഗറിയിൽപ്പെട്ട ആളാണ്, ഏത് തരത്തിലുള്ള മനസ്സിലാണെന്ന് എനിക്ക് ആർക്കും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതിന്റെ കാരണം അതാണ്. അപ്പൊ എന്ത് ഉദ്ദേശത്തോടെ ചെയ്യുമെന്ന് അറിയാൻ പാടില്ല. കാരണം കഴിഞ്ഞ നിമിഷങ്ങൾക്ക് മുമ്പ് അതിന്റെ തലേ ദിവസം ഒരു കല്യാണത്തിന് അവർ ഒരുമിച്ച് തന്നെ പോയിരുന്നു. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അൽമ പങ്കുവെക്കുന്ന വീഡിയോ ഉണ്ടല്ലോ, അതിലൊക്കെ വിഷ്ണുവിനോടുള്ള സ്നേഹം അത് മനസ്സിലാവുന്നുണ്ട്. ആ ഒരു സ്നേഹം ഇങ്ങനെയായി മാറുന്നെന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പൊ അൽമ എപ്പോഴെങ്കിലും അത് ഒരു സൂചന അമ്മയ്ക്കോ അച്ഛനോ നൽകിയതായിട്ട് എന്നോട് പറയാനില്ല, ഒന്നും പറയാറില്ല അൽമ. ശരിക്കും എന്ത് സംഭവിച്ചാലും പറയില്ല. അതെന്താ അച്ഛനോട് അങ്ങനെ പറയാതിരുന്നത് എന്ന്? കാരണം എനിക്ക് എന്നെ അത്രയും സ്നേഹിച്ചത് എന്നെ അടുത്തൊന്ന് പറഞ്ഞ് എന്നെ മാനസികമായിട്ട് വേദനിപ്പിക്കില്ല. കാരണം അവക്കറിയാം ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അവക്കറിയാം വേദനിപ്പിക്കണ്ടെന്ന് കരുതി. ഈ വണ്ടിയുടെ കാശിന് വേണ്ടി കിടന്ന് അവിടെ വഴക്കുണ്ടാക്കിയാലും എന്റെ അടുത്ത് പറയില്ല. വണ്ടിയുടെ പേരിൽ വഴക്കുണ്ടാക്കാറുണ്ടെന്നാണ് അവള് പറഞ്ഞത്. അവള് ഇതിന്റെ ഞാൻ അറിഞ്ഞത് കാരണം അവളെ അമ്മ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ. ഓ, അമ്മയോടെല്ലാം പറയും. ഈ വണ്ടിയുടെ പേരിൽ മാത്രമാണോ അവിടെ വഴക്കുണ്ടാകാറുള്ളത്? ഇതിലേക്ക് വേണ്ടി മാത്രമാണ് വഴക്കുണ്ടാക്കിയിട്ടുള്ളത്. അതായത് പണം എന്നുള്ള ഒരു വിഷയമാണ്. ഈ വിഷ്ണുവിന്റെ വീട്ടുകാർക്ക് ഈ പണത്തിനോടുള്ള ഒരു, അൽമയോട് പണം ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുമ്പോ വിഷ്ണുവിന്റെ വീട്ടിൽ അങ്ങനെ പണത്തിന്റെ കുറവ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒരു കുറവില്ല. സാമ്പത്തികപരമായിട്ട് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ്. ഓക്കെ. അതുപോലെ തന്നെ അൽമയുടെ വളർത്തു മൃഗങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ നിൽക്കുന്നുണ്ട്. അതായത് അൽമയുടെ പൂച്ചകൾക്ക് ഭക്ഷണം കൊടുക്കാൻ വരുന്ന ഒരു യുവാവിനുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ടെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ആരോപണങ്ങൾ കേട്ടത്? ഇപ്പോ ചേട്ടൻ ഇങ്ങനെ വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ടാവുമല്ലോ. ഈ പറയുന്നത് പോലെ ചേച്ചി ഇപ്പൊ എന്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ പറയുന്നത് തിരിച്ചാണ് മാധ്യമങ്ങൾ കൊടുക്കുന്നത്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? എന്താണ് അങ്ങനെ? കാരണം നമ്മൾ പറയാത്തതാണ് ചിലത് പറഞ്ഞിട്ടുള്ളത്, ഇല്ലാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു നടക്കുന്നത്. അതെ, അത് എന്ത് കാര്യമാണ് അങ്ങനെ മോശമായിട്ട് മാറിയത്? അതായത് ഒരു അവിഹിത ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത്. അത് ഇത് നമ്മൾ അറിയാത്ത കാര്യമാണ്, യഥാർത്ഥ സംഭവിക്കാത്ത കാര്യം തന്നെയായിരിക്കും. അതുകൊണ്ട് മക്കൾ ഉണ്ടാവൂല എന്ന് അവർ നേരത്തെ നമ്മുടെ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ആരെങ്കിലും ഒരു കൊച്ചിനായിരിക്കും, ഒരു പെൺകൊച്ചിന്. കാരണം ഇതല്ലേ ഈ തലമുറകളോളം ജീവിക്കാൻ വേണ്ടി നമ്മളെ മക്കളെ. അല്ല, അൽമ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണല്ലോ, അപ്പൊ അൽമയ്ക്ക് ഇത് അറിയാമായിരിക്കോ? അവര് പറയുന്നത് അൽമയോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ആയിരിക്കും. നമ്മുടെ അടുത്ത് പറയാറില്ല, അങ്ങനെ നേരത്തെ പറയാറുണ്ട്. അല്ല, അഥവാ അങ്ങനെ സംഭവിച്ചു, അവിടെ ശരി അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്നിരിക്കും, കുഴപ്പമില്ല. പക്ഷെ ഒരു കൊച്ചിനെടുക്കാറുണ്ടല്ലോ, ദത്തെടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതിനെ കുറിച്ച് സംസാരങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താ അതിലേക്ക് എത്താതിരുന്നത്? കാരണം ഈ സമ്പത്ത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി. കാരണം അവന്റെ അമ്മയും അവരുടെ ഈ കുടുംബം എല്ലാം അങ്ങനെയാണ് പറഞ്ഞത്. ഈ വരുന്ന വാർത്തകളും ഇതൊക്കെ കാണുമ്പോൾ ചേട്ടൻ എന്താണ് ശരിക്കും പറയാനുള്ളത്? ഇപ്പോ ഞാൻ പോലും കഴിഞ്ഞ ദിവസം ചോദിച്ചൊരു ചോദ്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ട് ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം നടന്നിട്ടും അൽമയ്ക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാൾ രംഗത്തേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ അച്ഛൻ ഇങ്ങനെ സംസാരിക്കുന്നു ഞാനും പ്രതീക്ഷിച്ചില്ല. ഇത് ചോദിച്ചതിന് ശേഷമാണ് അച്ഛൻ പ്രതികരിക്കുന്നതായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നത്. അപ്പോ ഈ പണം ഒരു വിഷയമായിട്ട് മാറുമോ ഈ കേസിൽ? ഇപ്പോ വിഷ്ണു കൊടുത്തിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ദേഷ്യത്തിന്റെ പുറത്ത് ചെയ്തതാണ്, അല്ലെങ്കിൽ ഈ ഒരു സംശയം ഉണ്ടായതായിട്ട് പോലീസിന് മൊഴി കൊടുത്തിട്ടില്ല. അങ്ങനെ വിഷ്ണുവിന്റെ ബന്ധുക്കൾ പറയുന്ന ആരോപണങ്ങൾ ഒന്നും വിഷ്ണു കൊടുത്തിരിക്കുന്ന മൊഴി വേറൊരു തരത്തിലും ആകുമ്പോൾ വിഷ്ണുവിനെ രക്ഷപ്പെടാനുള്ള ഒരു വഴി പണമുള്ളത് കൊണ്ട് സാധിക്കുമോ എന്നുള്ളതാണ്. അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു പറഞ്ഞാൽ ആ ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്ക് അഡ്വക്കേറ്റ്സ് ഉള്ള ഫാമിലി, മുനിസിപ്പൽ ഉള്ള ഫാമിലി, ജഡ്ജസ് ഉള്ള ഫാമിലി, അവർക്ക് എന്തുവേണം ചെയ്യാം. പിന്നെ ഞാൻ ഡിപ്പെൻഡ് ചെയ്യണം ദൈവത്തിൽ ഡിപ്പെൻഡ് ചെയ്യും. ദൈവഹിതം എന്താണ് അത്? അല്ലാതെ എന്താ പറയുക, ഈ കേസ് ഏത് തരത്തിൽ പോകണം എന്ന്
അല്ലെ നമുക്ക് അതിനെതിരായിട്ട് പോകണം അങ്ങനെയുള്ള ചിന്ത എനിക്കില്ല. ദൈവം എന്ത് കരുന്നത് അവനെ വെച്ച് തെറ്റുന്ന ശിക്ഷ അവൻ അനുഭവിച്ചേ പാടും. ആ ഒരു കാര്യം ഞാൻ പറയുന്നത്. കാരണം അവര് ഈ സാമ്പത്തിക ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോഴൊക്കെ ചില ഈ യൂട്യൂബർമാരെ കൊടുന്ന ഇപ്പോഴത്തെ ഇതൊക്കെ കുറച്ചൊക്കെ കാശ് കൊടുത്തതിനെ അവർ മാറ്റി പറയിപ്പിക്കണം. ഇല്ലാതില്ല, അൻസംശയം അതിലൊരു സംശയം ഉണ്ട്, 100% ഉണ്ട്. കാരണം അവർ കാശ് കൊടുത്തതിനാണ് വൃത്തിട്ട രീതിക്ക് പറയണത്. കാരണം അവർ കാശ് എന്ന് പറഞ്ഞ സാമ്പത്തികത്തിന്റെ ഒരു കൂമ്പാരം തന്നെയാണ് എല്ലാരും, എല്ലാ ആൾക്കാരും. അപ്പോഴേ വരുന്നറിയാൻ ഈ ലീഗൽ സൈഡിൽ ഒരുപാട് വേലകളൊക്കെ കാണിക്കും, നമുക്കറിയാം. അതിന് ഒരു കുഴപ്പമില്ല, ഞാൻ അങ്ങനെയൊന്നും ആഗ്രഹിക്കുന്നില്ല. കാരണം മരിച്ചവർ എന്തായാലും തിരിച്ചു വരുന്നില്ല. അതുകൊണ്ട് ദൈവഹിതം എന്താണ് അത് മാത്രം. ഈ വിഷ്ണുവിന്റെ വീടിന് മുൻവശത്ത് ഒരുപാട് കാറുകൾ കണ്ടു. അൽമ ഇപ്പൊ ഒരു കാറ് വേണമെന്ന് പറഞ്ഞത് നമ്മൾ ശ്രദ്ധിച്ചു. അതുപോലെ തന്നെ 1-2 കാറുകൾ അവിടെ ഉണ്ട്. 2 കാറുണ്ടോ? അതെങ്ങനെയാ? അച്ഛന്റെ കാറ് അത് ഇപ്പൊ എടുത്ത് ഈ സീസ എല്ലാം മുടങ്ങി കിടന്ന് എല്ലാം എടുത്തിട്ട് ഇവൻ തിരിച്ചെടുത്തോട്ടേക്കാണ്. അപ്പൊ ആവശ്യത്തിൽ കൂടുതൽ വാഹനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു.